പുഞ്ചിരിമട്ട ഫസ്റ്റ് വരുന്ന ആ വരവ് നമ്മുടെ വീടൊക്കെ പോയത്. ആദ്യത്തെ ഫസ്റ്റ് വീടൊക്കെ 2 വീടും പോയി, 2 ഏക്കർ സ്ഥലവും പോയി. ആദ്യം ഒരു മഴ പെയ്തിരുന്നു തോന്നല്ലേ, ശക്തമായി പൊട്ടിയിരുന്നു. വെള്ളിയാഴ്ച തൊട്ട് പെരും മഴയായിരുന്നു. അപ്പോൾ ശനിയാഴ്ചയും മഴയായിരുന്നു. ഞായറാഴ്ച രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഞായറാഴ്ച രാത്രി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ പറ്റാത്ത രീതിയായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ 9 മണിയാകുമ്പോൾ ഞങ്ങൾ കുട്ടികളെയും കൂട്ടിയിട്ടൊക്കെ മെല്ലെ ഇറങ്ങി അവിടുന്ന്. എങ്ങോട്ടേക്ക് വന്നു? ഞാൻ ചൂരൽമലയിൽ വന്നു, മക്കൾ മേപ്പാടിക്കും വന്നു. ഞാൻ ചൂരൽമലയിൽ നിങ്ങളെ പുഞ്ചിരിമട്ടം ഭാഗത്തുനിന്നേ നേരെ മുണ്ടക്കൈ സുരക്ഷിതാണെന്ന് വെച്ചിട്ട് അവിടെ ഇറങ്ങിയവരും കുറേ ആൾ പിന്നെ പോയി. അവിടെ പോയില്ല. അവർ ഞങ്ങളെയൊക്കെ മാറാൻ പറഞ്ഞ ആൾക്കാരെന്താക്കിയെന്ന് പറഞ്ഞാൽ അവരൊക്കെ പോയി. അത് മറക്കാൻ കഴിയാത്ത ഒരു സങ്കടമായിപ്പോയി ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ ആദ്യം ചൂരൽമലയിൽ ഞാൻ വന്ന് അവിടെ നിന്ന് മോൻ്റെ അവിടെ. പിന്നെ രാത്രി 1 മണിയായപ്പോൾ ഒച്ചയും വിളിയും പൊട്ടലൊക്കെ കേട്ടിട്ട് വീട്ടിൻ്റെ ഉള്ളിലൊക്കെ മെഡിക്കൽ ഷോപ്പായിരുന്നു, അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയപ്പോൾ മക്കൾ വിളിച്ചു. തലേന്ന് ഉറങ്ങാത്തതുകൊണ്ട് ഭയങ്കര ഉറക്കമായിരുന്നു, ഞാൻ കേട്ടില്ല. പിന്നെയാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം കയറിയപ്പോൾ വാതിലൊക്കെ ചവിട്ടി പൊളിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് പുറത്തേക്ക് മക്കളെയും കൊണ്ട്. സ്ലാവിൻ്റെ മേലെ കൂടെ കയറി പള്ളി ഉണ്ടല്ലോ ചൂരൽമല, പള്ളീൻ്റെ മേലെ കൂടെ ആ 4 മണിക്കൊക്കെ കയറി എന്താ പറയുക, കയ്യും കാലൊക്കെ വിറച്ച് കുട്ടികളൊക്കെ കൂട്ടിപ്പിടിച്ച് നമ്മൾ രക്ഷപ്പെട്ട്. എത്ര പേര് അന്ന് രക്ഷപ്പെട്ടു? അന്ന് 5 ആള് രക്ഷപ്പെട്ടു. ഒരു അപകടം പറ്റിയില്ല അന്ന്. പറ്റിയില്ല. അത് ആ സ്കൂളുള്ളത് കൊണ്ട് ഞങ്ങൾ കഴിച്ചില്ലായതാണ്. കൂടെയുള്ളവർ കുറേ ആൾ പോയി. ചൂരൽമലയത്തെ പോയി. നമ്മൾ മുണ്ടക്കയത്തെ കുറേ ആൾ, ഞങ്ങൾ അടുത്തടുത്ത അയൽവാസിയാണ്. ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു വേദന എപ്പോഴും. ഭയങ്കര സങ്കടമായിപ്പോയി ഞങ്ങൾക്ക്. ഇനി ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു കൂട്ടുകാരെ കിട്ടുന്ന ഒരിക്കലും കഴിയില്ല. അത് ഭയങ്കര സങ്കടമായിപ്പോയി. ഇപ്പം എല്ലാവരും അടുത്തടുത്തുണ്ട്, അതാണ് ഒരു സന്തോഷം അല്ലേ? അടുത്തടുത്തുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ചെയ്തു. നല്ല വീടാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി. ഞങ്ങൾക്ക് അങ്ങനെ വേണമല്ലോ. 2 ഏക്കർ സ്ഥലം പോയി, മക്കൾക്കൊന്നും കൊടുത്തിട്ടില്ല ഞങ്ങൾ. അതൊരു സങ്കടം വേറെ ഉണ്ട്. അവർക്ക് യാതൊരു ഗതിയില്ലാത്ത ആൾക്കാരാണ്. മൂത്ത മോന് എൻ്റെ കൂടെ പിന്നെ അവിടുന്ന് ലേസം ഇങ്ങോട്ട് പോകുന്നത്, അവർ കച്ചവടം ചെയ്യാൻ. അവനൊരു വീട് കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കിപ്പോൾ എത്ര 10 പേരമക്കളാണ്. 10 പേരമക്കളും ഞാനും ഒരു മക്കളൊക്കെ കൂടിയാണ് ഇപ്പോൾ വീട് കിട്ടിയത്. ഒരെണ്ണാണ്. പെൺമക്കൾക്ക് പിന്നെ വീടുണ്ട്, ആൺകുട്ടികൾക്ക് ഒരാൾക്ക് വീടില്ല. എല്ലാവർക്കും ഇങ്ങനെ ഒന്നിച്ച് താമസിക്കാനൊക്കെ പറ്റിയല്ലോ, സൗകര്യം ഉണ്ടായല്ലോ. അങ്ങനെ വേണമല്ലോ, സമാധാനമാക്കല്ല. അപ്പം എന്താ ചെയ്യുക? അത് ഭയങ്കര. പുഞ്ചിരിമട്ടത്തൊക്കെ നിങ്ങൾ അയൽവാസികളായിട്ടുള്ളവർ ബാക്കിയുള്ളവരോ? അവരൊക്കെ കൽപ്പറ്റയിലൊക്കെ ഉണ്ട്. എൻ്റെ അയൽവാസിക്കാർ പോയില്ല. പിന്നെ അതിൻ്റെ താഴേക്ക് ഹിന്ദുക്കൾ കുറേ പോയി. മുണ്ടക്കയിൽ നിന്ന് ഞങ്ങളെ മാറാൻ പറഞ്ഞ ആൾക്കാർ കുറേ പോയി. അവരൊക്കെ നമ്മളെ ഒറ്റ ഫ്രണ്ടുകളാണ്, ഭയങ്കര സ്നേഹിതരാണ്. എന്താ ചെയ്യുക? ഇനി അങ്ങനത്തെ ഒരു ജന്മം കിട്ടുന്നുള്ള ഒരിക്കലും ഞങ്ങൾക്ക് കഴിയില്ല. അതാണ് മാത്രം സ്നേഹമാണ്. അമ്പലമായാലും പള്ളിയായാലും ഞങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം അവിടെ ഇല്ലല്ലോ. ഇല്ല